അല്ല ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. സോ ഉമ്മച്ചി രാവിലെ തന്നെ കറിവേപ്പിലൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആൻഡ് ചിക്കൻ കറിയാണ്. പിന്നെ ഒരു ഉച്ച ടൈമിൽ ഞാനൊരു മാംഗോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. വേറൊന്നുമല്ല കേട്ടോ, എനിക്ക് മലപ്പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു ഷോപ്പിങ്ങിന് കേട്ടോ. അപ്പോൾ കുറച്ച് ഫാൻസി ഐറ്റംസും പിന്നെ മദ്രസൊക്കെ ഓപ്പൺ ചെയ്തില്ല, കുറച്ച് നോട്ട്സൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് മെയിനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൻ്റെ ബുക്ക് സ്റ്റാളിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ എനിക്ക് മെയിനായിട്ട് സ്റ്റോറി ബുക്സ് നോക്കലായിരുന്നു. ഒന്നും വാങ്ങിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം. പിന്നെ ഇത് കണ്ടു, നല്ല ക്യൂട്ട് ചട്ട കണ്ടപ്പോൾ ഞാൻ നോക്കിയതാണ്. ഡ്രോയിങ് സ്മോൾ കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുന്ന ബുക്സാണ് കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് ബോക്സുകൾ ഉണ്ടായിരുന്നു, പെൻസ് ഉണ്ടായിരുന്നു. പെൻസൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായത് കൊണ്ട് ഞാൻ മേടിച്ചില്ല. പിന്നെ നോട്ട്സ് ബുക്സാണ് ഞാൻ കുറച്ചും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് വെറൈറ്റി ഇറേസർ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നെയിൽ സ്ലിപ്പ് വേണം, നമ്മൾ ബുക്ക് ഒട്ടിക്കണം കേട്ടോ. അപ്പോൾ രണ്ടും വെറൈറ്റിയാണ്. അപ്പോൾ രണ്ടും വെറൈറ്റിയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ പോയിട്ട് ഫാൻസി ഐറ്റംസ് മേടിക്കാനായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് മേടിക്കണം, മീൻസ് ഡ്രസ്സ് എടുത്തു, ഫാൻസി എടുത്തു. അപ്പോൾ നമ്മൾ ഫാമിലിയിൽ ഒരു വെഡ്ഡിങ് ആയിരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയ കടയിൽ അങ്ങനെ കമ്മലിനൊന്നും തീരെ കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ കടയിൽ പോയി. അവിടെ എത്തിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അഫോർഡബിൾ പ്രൈസിലും അതുപോലെ തന്നെ അടിപൊളി കളക്ഷനും ആയിരുന്നു കേട്ടോ. പിന്നെ ഇത് കാണുന്ന നെയിൽ പോളിഷാണ്. അത് ഉമ്മച്ചീനെ വാങ്ങിക്കാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഹെയർ ബാൻഡ്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ മേടിച്ചു. എനിക്ക് കൂടുതൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള എന്താണെന്നറിയോ, ഇങ്ങനെ നിരന്നിരിക്കുന്ന ജ്വല്ലറീസാണ് കേട്ടോ. ഞാനത് കണ്ടുകൊണ്ടേയിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലാസ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇതും ഞാൻ കുറേ ദിവസമായി മേടിക്കണം വെച്ചിട്ട്, പക്ഷേ നമ്മൾ എന്തിനാണ് നോക്കിപ്പെടുത്തിട്ട് അത് മേടിക്കണം. ഞാൻ ഒന്നെടുക്കും, ഫോട്ടോസൊക്കെ എടുക്കാനാണ് മെയിൻ ഞാൻ ആ മേടിക്കണം. പിന്നെ ലിപ്സ്റ്റിക്ക്, അതിൻ്റെ റേറ്റ് കണ്ടപ്പോൾ ഞാൻ തിരിച്ചതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മസ്കാറായിരുന്നു കേട്ടോ. പിന്നെ മാലകൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് മാലകൾ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് ഞാൻ മേടിച്ചിട്ടില്ല. ഇതിനെന്താ പറയാമെന്ന് എനിക്ക് നേരിട്ട് അറിയില്ല, എന്തോ പേരുണ്ട്, അതെനിക്ക് കിട്ടില്ല കൈസ്. ഈ സാധനം പല മോഡലും ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്നും ഞാൻ പേടിച്ചില്ല. പിന്നെ ഈ സാധനം എനിക്ക് എന്താ ഓർമ്മയായിരുന്നു അറിയാം, സ്കൂളിൽ കുറച്ച് ചെറിയ കുട്ടിയായിരുന്നൊക്കെ കുറേ കുട്ടികൾ, ഞാനൊന്നും മേടിച്ചില്ലായിരുന്നു, പക്ഷേ എൻ്റെ ഉള്ള കുട്ടികൾ, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാം, ഓലൊക്കെ അതിട്ട് കണ്ട് ഭയങ്കര പട്ടിച്ചൊക്കെ ഉണ്ട് കേട്ടോ. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. നമ്മളതൊന്നും മേടിക്കില്ലല്ലോ ഗായ്സ്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ എത്തിയ ഉടനെ ഞാൻ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല കേട്ടോ, ഐസ്ക്രീം. ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു, ഞങ്ങൾ ഭയങ്കര ടയേർഡായിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പം ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സോ അപ്പോൾ ഞാൻ ചോക്കോബാർ ഐസ്ക്രീം, പിന്നെ നമ്മൾ വാനില ഐസ്ക്രീമും ബോളിൻ്റെ വാനില ഐസ്ക്രീമുമാണ് കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ടൈമിൽ നമ്മൾ മേടിച്ചിട്ടുള്ള ബുക്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാകുമ്പോൾ നമ്മൾ പുതിയ ബുക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങിക്കോക്കണല്ലോ. അപ്പം ഞാൻ എന്താ പറയുക, ഉദ്ഘാടനത്തിലൂടെ തന്നെ ബിസ്മിയൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നൈറ്റ് ഫുഡ് ഇത്ര ഐറ്റംസുകളായിരുന്നു. പിന്നെ നമ്മൾ ബുക്ക് പൊതിയാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബുക്ക് പൊതിയുക പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ അത്ര പൊതിയാനൊന്നും അറിയില്ല. ബ്രദർ പൊതിയും, ഞാൻ പിന്നെ ജസ്റ്റ് അതിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചും പിന്നെ എൻ്റെ അനിയനും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ബുക്ക്. പിന്നെ എനിക്ക് ബുക്ക് പൊതിയുന്ന സ്വഭാവമില്ല, അതുപോലെ എനിക്കിഷ്ടമില്ല. അപ്പോൾ എൻ്റെ ബുക്കൊന്നും ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല പൊതിയാൻ. പിന്നെ അതായിരുന്നു പൊതിയുള്ളൊരു ടാസ്കിങ്ങാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോട്ട്ബുക്കിൽ എഴുതാനൊന്നും തുടങ്ങിയിട്ടില്ല, അപ്പോൾ നാളെ എഴുതാൻ തുടങ്ങിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ബെൽറ്റ് വാങ്ങിയിട്ടുണ്ട്, ഒരു പമ്പരം കറങ്ങണ പോലത്തെ ബെൽറ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യമ കളിക്കലാണ് പണിയുള്ളത്, അതങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ വിഷുവൊക്കെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് പെടക്കം പൊട്ടിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.